സിനിമയിലെ സാങ്കേതിക പ്രവർത്തകർക്കിടയിലാണ് ലഹരി ഉപയോഗം കൂടുതൽ എന്ന സജി നന്ദ്യാട്ടന്റെ പരാമർശത്തിനെതിരെ പരാതിയുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ. സജി നന്ദ്യാട്ടിനെ നിയന്ത്രിക്കണം എന്ന് ചൂണ്ടിക്കാട്ടി ഫിലിം ചേംബറിന് ബി ഉണ്ണികൃഷ്ണൻ പരാതി നൽകി. ബി ഉണ്ണികൃഷ്ണന് തന്നോട് വ്യക്തിവൈരാഗ്യമാണെന്നും ഇല്ലാത്ത പരാമർശത്തിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്നും സജി നന്ദ്യാട്ട് 24-നോട് പറഞ്ഞു. പ്രത്യേക ടെക്നീഷ്യന്മാരെല്ലാം ലഹരിക്ക് അടിമയെന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത്. പിന്നെ വ്യക്തിപരം അദ്ദേഹത്തെ ഞാൻ എന്തോ ടാർഗറ്റ് ചെയ്യുന്നു, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അത് വ്യക്തിപരമായി അദ്ദേഹത്തിന് പണ്ട് പോലെ എന്നോട് ഇതുണ്ട്. നിർമ്മാതാവിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ടുപോയി അപ്പൊ ഞാൻ പ്രതികരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അതൊക്കെയാണ് എന്റെ ഒരു കാരണം. അല്ല, ഇതിനകത്തൊന്നും ഒരു കാരണമല്ലോ. കർഷക തൊഴിലാളികളെല്ലാം എന്താ മോശക്കാരാണ്. അദ്ദേഹം എവിടെയും തെളിവ് കാണിക്കട്ടെ ഞാൻ പറഞ്ഞതായിട്ട്. അങ്ങനെ അത് വേറെ ഗൂഢാലോചനയുടെ ഫലമാണ്. ഞങ്ങൾ ചേംബർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംസ്ഥാനത്ത് ഇത്രയും ഉയർന്നു നിൽക്കുന്നു, ഇത്രയും തലയെടുപ്പോടെ നിൽക്കുന്നു. അത് ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനയെ ചിഹ്നഭിന്നമാക്കാനും അതിനകത്തൊരു അന്തചിത്രം ഉണ്ടാക്കാനുള്ള ശ്രമം അത്രയേ ഉള്ളൂ. അശ്വിൻ പാലാഴിയുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. എന്താണ് ഈ തർക്കത്തിന് ആധാരം അശ്വിൻ? കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിലാണ്, ഒരു ചാനൽ ചർച്ചയിൽ താരങ്ങളെക്കാൾ കൂടുതൽ ടെക്നീഷ്യന്മാർ ലഹരിക്കടിമയാണ് എന്നൊരു പരാമർശം അദ്ദേഹത്തിന്റെ സജി നന്ദ്യാട്ടിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ബി ഉണ്ണികൃഷ്ണൻ പരാതിയിൽ പറയുന്നത്. അത് പിൻവലിച്ച് മാപ്പ് പറയണം എന്നുള്ളതാണ് ഫിലിം ചേംബറിന്റെ പ്രസിഡന്റിന് ബി ഉണ്ണികൃഷ്ണൻ അയച്ച കത്തിൽ പറയുന്നത്. ഫിലിം ചേംബറിന്റെ ജനറൽ സെക്രട്ടറിയാണ് സജി നന്ദ്യാട്ട്. എന്തായാലും ഇന്ന് ചേംബറിന്റെ എക്സിക്യൂട്ടീവ് യോഗം, ആസാവസാനത്തെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. അതിൽ ഈ പരാതി ചർച്ച ചെയ്യും എന്നുള്ളതാണ് ചേംബർ അറിയിക്കുന്നത്. എന്തായാലും ഇവർ തമ്മിലുള്ള തർക്കം സമീപകാലത്തെങ്ങും തുടങ്ങിയതല്ല. വർഷങ്ങളായി തന്നെ ഈ രണ്ട് ആളുകൾ തമ്മിലും ഒപ്പം സംഘടനകൾ തമ്മിലുള്ള തർക്കം നിരന്തരമായി തന്നെ തുടരുന്നതാണ്. അതിന്റെ ഭാഗമായാണ് ഈ ഒരു പരാതി എന്നുള്ളതാണ് സജി നന്ദ്യാട്ട് പറയുന്നത്. തനിക്കെതിരെ വ്യക്തിവൈരാഗ്യമാണ് ബി ഉണ്ണികൃഷ്ണനുള്ളത്. അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1989 മുതൽ, അന്നത്തെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലം മുതൽ തന്നോട് ബി ഉണ്ണികൃഷ്ണൻ എതിർപ്പുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനയുടെ ബാക്കിപത്രമാണ് ഈ പരാതി എന്നുള്ളതാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ വിൻസി അലൂർസ് വിഷയത്തിലടക്കം തനിക്കെതിരെ ഇദ്ദേഹം നിലപാട് വ്യക്തമാക്കിയതും ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് സജി നന്ദ്യാട്ടിന്റെ ആരോപണം. ശരി, അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.